കേശവതീരത്ത് ആദര സമ്മേളനവും കലാമേളയും നടന്നു. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. നാടൻ കലകളുടെയും കലാകാരന്മാരുടെയും സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനുമായി പ്രവർത്തിക്കുന്ന ഫോക്ക് ലാൻഡ് പയ്യന്നൂരിൻ്റെ ആഭിമുഖ്യത്തിൽ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ഫോക്ക്ലോർ പൂരക്കളി അക്കാദമി അവാർഡ് ജേതാക്കൾക്ക് ആദരവും കലാമേളയും സംഘടിപ്പിച്ചു. പരിപാടിക്ക് ലതാ വിഷ്ണു നമ്പൂതിരി തിരിതെളിയിച്ചു. തുടർന്ന് ഡോക്ടർ അനില സുനിൽ സ്വാഗതവും ഫോക്ക് ലാൻഡ് ചെയർമാൻ അഡ്വക്കേറ്റ് വി ജയരാജൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി ചരിത്രകാരൻ കെ മരാർ ഉദ്ഘാടനം ചെയ്തു. ഫോക്ക്ലോർ അക്കാദമിയും അതുപോലെ ക്ഷേത്രകലാ അക്കാദമിയും പുരക്കളി അക്കാദമിയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചവരെ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്ന് ആദരിക്കുക എന്ന് പറയുന്നൊരു വലിയ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ നേരത്തെ ശ്രീ ജയരാജ് സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തരം രംഗങ്ങൾ, ഇത്തരം കലാരൂപങ്ങൾ പലതും അസ്തമിച്ചു പോവുക. അപ്പോൾ ഈ അസ്തമിക്കാതെ ഇവയെ കാത്തു സൂക്ഷിക്കുക, കാലത്തിന് വേണ്ടി കാത്തു സൂക്ഷിക്കുക, ശ്രീമതി അനില പറഞ്ഞതുപോലെ ഈ ഭൂമിക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നൊരു വലിയ ദൗത്യമുണ്ട്. അത് അക്കാദമികൾ വ്യവസ്ഥാപിത മാർഗത്തിൽ നടക്കുന്ന സ്ഥാപനങ്ങളാണ്. പലപ്പോഴും സർക്കാരിൻ്റെ സഹായത്തോടെ. ഞാൻ കേരള ലളിതകലാ അക്കാദമിയിലും അതിൻ്റെ ഭാഗമായി സംഗീത നാടക അക്കാദമിയിലും കേരള കലാമണ്ഡലത്തിൻ്റെ ഭരണസമിതിയിലും ഒക്കെ അംഗമായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം പല പരിമിതികളുമുണ്ട്. ഈ വ്യവസ്ഥാപിത മാർഗത്തിൽ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് പലവിധ പരിമിതികൾ വരും. ഒരു കാലത്ത് നമ്മുടെ അക്കാദമികളിൽ 3 അക്കാദമികളാണ് ഉണ്ടായിരുന്നത്. സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, ലളിതകലാ അക്കാദമി. അന്ന് സർക്കാർ കാശ് കൊടുക്കുക, ഏറ്റവും കൂടുതൽ കാശ് സാഹിത്യ അക്കാദമിക്ക് കൊടുക്കും, പിന്നെ കുറച്ച് കാശ് സംഗീത അക്കാദമിക്ക് കൊടുക്കും, അതിൽ കുറച്ചിട്ട് അതിലും കുറഞ്ഞ കാശ് ലളിതകലാ അക്കാദമിക്ക് കൊടുക്കും. രാമകൃഷ്ണൻ കണ്ണോം, ഡോക്ടർ കേശവൻ വെതിരമന എന്നിവർ സംബന്ധിച്ച ചടങ്ങിൽ വെച്ച് വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച് അവാർഡുകളും അംഗീകാരങ്ങളും കരസ്ഥമാക്കിയ ഡോക്ടർ ഇ ശ്രീധരൻ, കെ വി നാരായണൻ, ബാലൻ പെരുവണ്ണാൻ, കൃഷ്ണൻ പനക്കൂൽ, കെ കുഞ്ഞികൃഷ്ണൻ പിഷാരടി, ഇ പ്രേമൻ ഗുരുക്കൾ, രാജീവൻ മാട്ടൂൽ, ദിനേശൻ, സുരേഷ് അന്നൂർ, കെ സുരേഷൻ, കെ സുനിൽകുമാർ, സ്മിത മടിക്കൈ, കൃഷ്ണപ്രിയ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കേളീപാത്രം ഡോക്യുമെൻ്ററി പ്രദർശനവും മോനാച്ച ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം അവതരിപ്പിച്ച പൂരക്കളിയും സ്മിത മടിക്കൈയും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.